Good morning, students. Today's lesson is linear equations word problems. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ്സ് ലീനിയർ ഇക്വേഷൻ എങ്ങനെയാണോ ഫോം ചെയ്യുന്നതെന്ന് ക്ലാസ്സിൽ പറഞ്ഞു തന്നു. ഇപ്പോൾ കുറേ പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ, അതാണ് ഹെഡിങ്. ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ. നീ എന്നെ ശ്രദ്ധിച്ചു. 3 more than twice a number is equal to 4 less than the number. Find the number. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫൈൻഡ് ദ നമ്പർ എന്ന് ചോദിച്ചാൽ ഈ ചാപ്റ്ററിലെ എല്ലാ പ്രോബ്ലത്തിനും നിങ്ങൾ ഉടനെ എഴുതണം ലെറ്റ് ദ നമ്പർ ബി എക്സ്. ചിലർ എക്സ് എഴുതും, ചിലർ വൈ എഴുതും. ഓക്കെ, എനിവേ ദ വേരിയബിൾ. നൗ എന്താണ് പറഞ്ഞേക്കുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ചേ. വളരെ സിമ്പിൾ ചാപ്റ്റർ. 3 more than, ദാറ്റ് മീൻസ് 3 പ്ലസ് twice a number. അപ്പം നമ്മുടെ നമ്പർ എക്സാ. twice a number means 2x is equal to 4 less than the number. 4 less than the number x minus 4. അപ്പം ഇനി ആരെങ്ങോട്ട് കൊണ്ടുവരും? മിസ് പഠിപ്പിച്ചതാ. വലുതിൻ്റെ അടുത്തോട്ട് വേണം ചെറുത് കൊണ്ടുവരാൻ. Here 2x is the greater number. Therefore 2x minus x equal to minus 4 minus 3. That implies x equal to minus 7. Therefore എന്തെടുത്ത് എഴുതണം? The number is minus 7. Okay. Now read the second question. Sum of 4 consecutive integers is 46. അപ്പം 4 ഇൻറ്റിജേഴ്സ് വേണം. അപ്പോൾ ആദ്യത്തെ സ്റ്റാർട്ടിങ് എന്താ? ലെറ്റ് ദ നമ്പേഴ്സ് ബി, ലെറ്റ് ദ നമ്പേഴ്സ് ബി എക്സ്, എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 3 അല്ലേ? 4 നമ്പർ വേണം. ഇനി ആരാ പറയുന്നത്? സം ഓഫ്. ഉടനെ നിങ്ങൾ എഴുതും എക്സ് പ്ലസ് എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു 46 എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ആണോ? പറഞ്ഞോ. എത്ര എക്സ് ഉണ്ട്? 1 2 3 4. 4x പ്ലസ് 3 പ്ലസ് 2 5 പ്ലസ് 1 6 ഈക്വൽ ടു 46. ആരാണ് അപ്പുറത്തോട്ട് പോകുന്നത്? പ്ലസ് 6 അപ്പുറത്ത് പോകും. Therefore 4x is equal to 46. When we convert a plus sign in the other side, that changes to minus 6. That means 4x is equal to 40, which implies x is equal to 40 by 4. ഇൻറ്റു അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷനാണ്. 10 കിട്ടിയോന്ന് നോക്കിയേ. 10. അപ്പോൾ ആദ്യത്തെ നമ്പർ 10, ദെൻ സെക്കൻഡ് നമ്പർ 11, 12 ആണോ? 13. ആഡ് ചെയ്ത് നോക്കിക്കേ 46 ആയോന്ന്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. 2 numbers are in the ratio 5:3. അപ്പം എപ്പോഴും ഓർത്തോണം, ഏത് ചാപ്റ്ററിലെ പ്രോബ്ലവും റേഷ്യോ ഫോമിൽ തന്ന ലെറ്റ് ദ നമ്പേഴ്സ് ബി 5x ആൻഡ് 3x. 5:3 എങ്ങനെ എടുത്തോണം കുഞ്ഞുങ്ങളെ? 5x and 3x. If they differ by 18 എന്ന് പറഞ്ഞാൽ എന്താ? അത് തമ്മിലുള്ള വ്യത്യാസം 18. Differ means the operation is 5x minus 3x equal to 18. Therefore 2x is equal to 18 means ഇവിടെ എല്ലാം which implies നമ്മൾ പറയുന്നത്. which implies x is equal to 18 by 2 equal to 9. ഇവിടെ എക്സ് ആണ് 9. നമ്പർ ആയോ? നമ്മൾ പറഞ്ഞേക്കുന്ന നമ്പർ ഈസ് 5x and 3x. Therefore numbers are 5 into 9, 3 into 9. 5 9s are 45 and 3 9s are 27. What is 45 minus 27? Yes, 18. Okay. സ്പീഡിൽ എഴുതുന്നുണ്ടോ?
the sum of 3 consecutive multiples of 8 is 888. എന്താണ് മനസ്സിലായോ? സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8 ആഡ്. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ലെറ്റ് ദ നമ്പേഴ്സ് ബി എക്സ്. എന്തോ ആഡ് ചെയ്യണമെന്നാ? 8 ആഡ് ചെയ്യണമെന്നാ അല്ലേ? 8ൻ്റെ ടേബിൾ ഒന്ന് പറഞ്ഞേ. 1 8s are 8, 2 8s are 16, 3 8s are 24. അവിടെ ആക്ച്വലി എന്താണ് നമ്മുടെ സംഭവിക്കുന്നത്? യെസ്, മൾട്ടിപ്ലിക്കേഷൻ മീൻസ് റിപ്പീറ്റഡ് അഡീഷൻ. ദെയർഫോർ എക്സ് മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 8, അടുത്തത് എക്സ് പ്ലസ് 8 പ്ലസ് 8 എക്സ് പ്ലസ് 16. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ സം ഓഫ്, അപ്പം എക്സ് പ്ലസ് 8 പ്ലസ് x plus 16 is equal to 888. How many x? 3x plus 24 is equal to 888. കിട്ടിയവരുണ്ടോയെന്ന് എളുപ്പം പറയണം. നിങ്ങളൊക്കെ നല്ല കൊച്ചു പിള്ളേരല്ലേ, പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യണം. 888 മൈനസ് 24 ആര് ചെയ്തു? ഇസ് ഇറ്റ് 864 പ്ലസ് കൺവേർട്ട് ചെയ്യുമ്പോൾ മൈനസ്. Therefore, x is equal to 864 by 3. ആരാ? 3 2s are 6, 26, 8 അല്ലേ? Then വീണ്ടും 288 കിട്ടിയോ നോക്ക്. Therefore, numbers are, എഴുതണേ. Numbers are, first number 288, second number പറഞ്ഞോ 290. 288 plus 8. Isn't it? 296, comma, the third one is 304. Okay. ഇനി സാധാരണ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒന്ന് നോക്കിക്കേ. If the angles of a triangle are in the ratio 5:6:7, find the angles. ഇത് ട്രയാങ്കിളിൻ്റെ ചാപ്റ്ററിനകത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന. ഇത് ആംഗിൾസ് ആർ ഇൻ ദ റേഷ്യോ എന്ന് പറയുമ്പോൾ മിസ് എന്തോ പറഞ്ഞേ? ലെറ്റ് ദ ആംഗിൾസ് ബി 5x, 6x, 7x. കണ്ടോ? ഒരു സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഒന്ന് പറഞ്ഞേ. 5 മുതൽ പഠിക്കുന്നതാ. Sum of the angles of a triangle is always 180. മറന്നു പോകരുത്. Sum of the angles of a triangle is 180. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? 5x plus 6x plus 7x is equal to 180. 6 5 11 7 18 കിട്ടിയോ? നോക്കിക്കേ മിസ്സിൻ്റെ കൂടെ. നിങ്ങൾക്കൊരു സന്തോഷവും ഇല്ല. x equal to 180 by 18 is equal to 10. കിട്ടിയവരുണ്ടോ? എനിക്ക് കേൾക്കാം നിങ്ങൾ കിട്ടി മിസ്സേ എന്ന് പറയുന്നത്. ക്ലാസ്സിൽ കിടന്ന് അലയ്ക്കുന്ന പോലെ അല്ലേ? ഒന്ന് പറഞ്ഞേ. Therefore the angle 1 എത്ര? 5 into 10 50. Angle 2 6 into 10 60 അല്ലേ? Angle 3 is 7 into 10 70. ഒന്ന് കൂട്ടി നോക്കിക്കേ. 550 plus 60 110 plus 70 180. 5 പ്രോബ്ലം ചെയ്തു. ഇനി നമുക്ക് 6th പ്രോബ്ലം. അത് ഇച്ചിരി ശ്രദ്ധിക്കേണ്ട പ്രോബ്ലം. ഒന്ന് ശ്രദ്ധിച്ചേ. The perimeter of a rectangular plot is 154. അപ്പോൾ ഇത് മെൻസുറേഷൻ ചാപ്റ്ററിനകത്ത് അല്ലെങ്കിൽ ക്യൂബോയിഡിനകത്തൊക്കെ തരുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റെക്റ്റാങ്കിളിൻ്റെയൊക്കെ തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ദ പെരിമീറ്റർ ഈക്വൽ ടു 154 എന്ന് പറഞ്ഞാൽ മിസ് എഴുതിയ പോലെ P ഈക്വൽ ടു 154 എന്ന് എഴുതണം. Can you say what's the formula? The perimeter of a rectangle? Yes, 2 into L plus B ആണ് 154 തന്നേക്കുന്നത്. ആരെ അപ്പുറത്തോട്ട് കടത്തി വിടാം? 2നെ ഞാൻ അപ്പുറത്തോട്ട് കൊടുമ്പോൾ L plus B ഈക്വൽ ടു 154 by 2 ആർക്കറിയാം? 77. വെരി ഗുഡ്, 77. അപ്പം നമുക്ക് L plus B 77 എന്നൊരു കണ്ടീഷൻ കിട്ടി. ഞാനിരിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത് ശ്രദ്ധിക്കണേ. If its length is, എങ്ങനെ മിസ്സിനെ ശ്രദ്ധിക്കുന്നത്? ഇങ്ങോട്ട് നോക്കിയ വർക്കിംഗ് കോളത്തിലോട്ട്. If its length is length equal to 2 more than
2 more than means 2 plus twice its breadth. 2b. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ലെങ്ത് ഈസ് 2 more than means 2 plus twice its breadth. പക്ഷെ നമ്മൾ എപ്പോഴും ഈ ലീനിയർ ഇക്വേഷൻ എടുക്കുമ്പം ലെറ്റ് ദ ബ്രെഡ്ത്ത് ബി എക്സ് എന്ന് എഴുതിക്കോണം. ലെറ്റ് ദ ബ്രെഡ്ത്ത് ബി എക്സ്. ദെയർഫോർ ലെങ്തിൻ്റെ പ്ലേസിൽ 2 plus 2x എന്ന് കൊടുക്കാം. അപ്പോൾ ബ്രെഡ്ത്ത് എക്സും ലെങ്ത് 2 plus 2x എന്ന് എഴുതിയോ? ലെങ്ത് ഞാൻ എഴുതാൻ പോകുന്നു 2 plus 2x പ്ലസ് ബ്രെഡ്ത്തിൻ്റെ സ്ഥാനത്താണ് നമ്മൾ എക്സ് എടുത്ത്. എക്സ് ഈക്വൽ ടു 77. 3x പ്ലസ് 2 ആണ് 77. 2 അപ്പുറത്ത് കൺവേർട്ട് ചെയ്തേ. 77 മൈനസ് 2 75. എക്സ് ഈസ് ഈക്വൽ ടു 75/3 ഈക്വൽ ടു 25 അല്ലേ? 25 3 75 എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ഇത് എക്സ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു മോനെ? എക്സ് എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്താ. അപ്പോൾ ഇവിടോട്ട് എഴുതിക്കേ. ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 25. therefore ലെങ്ത് ഈസ് ഈക്വൽ ടു ഒന്ന് കണ്ടീഷൻ നോക്കിക്കോണം. 2 more than twice the breadth. അപ്പോൾ 2 plus 2 into 25. സമ്മതിച്ചോ? 2 plus 50. 52 കിട്ടിയോ നോക്കിക്കേ. 52 plus 25 gives 77. ഓക്കെ ആയോ? ഇനി അടുത്തത് നല്ല രസം നോക്കിക്കേ. മഞ്ജുള തിങ്സ് എ നമ്പർ. മഞ്ജുള മനസ്സിലൊരു നമ്പർ കൂട്ടി. അപ്പം ഞാനത് മനസ്സിൽ കൂട്ടിയത് എങ്ങനെ എഴുതി? ലെറ്റ് ദ നമ്പർ ബി എക്സ്. മോനെ ക്വസ്റ്റ്യൻ ബോർഡിൽ നിന്ന് എഴുതണേ. മഞ്ജുള തിങ്സ് എ നമ്പർ ആൻഡ് സബ്ട്രാക്ട് 7/3 ഫ്രം ഇറ്റ്. ഷീ മൾട്ടിപ്ലൈഡ് ദ റിസൾട്ട് by 6. The result now obtained is 2 less than twice the same number she thought of. What is the number? അപ്പം നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ലെറ്റ് ദ നമ്പർ ബി എക്സ്. ഇനി എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. മാത്സ് ഇച്ചിരി പാടുള്ളവർക്ക് മിസ് പറഞ്ഞു തരാം. ഇങ്ങോട്ട് കേട്ടെ. മഞ്ജുള തിങ്സ് എ നമ്പർ ആൻഡ് സബ്ട്രാക്ട് 7/3 ഫ്രം ഇറ്റ്. നമ്മൾ എടുത്ത നമ്പർ എക്സ് ആണ്. ഫ്രം ഇറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് ആണ് ആദ്യം എഴുതേണ്ടത്. എക്സ് മൈനസ് 7/3. ഓക്കെ ആയെന്ന് പറഞ്ഞേ. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമുണ്ട്. ഷീ മൾട്ടിപ്ലൈഡ് ദ റിസൾട്ട് by 6 ആണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഷീ മൾട്ടിപ്ലൈഡ്, ശ്രദ്ധിക്കണേ, ദ റിസൾട്ട് by 6 എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻറ്റു 6 അല്ല കൊടുക്കുന്നത്, ബ്രാക്കറ്റ്. ഇതിനെ മൊത്തമായിട്ട് അവൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഷീ മൾട്ടിപ്ലൈ ദ റിസൾട്ട് by 6. then the result now obtained is എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയത് ഈസ് മീൻസ് ഈക്വൽ ടു 2 less than twice the same number. ഒന്ന് പറഞ്ഞേ, ഞാനിപ്പോൾ എത്ര പ്രാവശ്യം പറഞ്ഞു? 2 less than twice the number എന്ന് പറയുമ്പം 2 കുറവാണെന്ന് twice the നമ്പറിന്. എഗ്രി? ഇനി എന്നെ ഒന്ന് കേൾക്കണേ. നമ്മൾ ആക്ച്വലി മാത്സിനകത്ത് A-B × പഠിപ്പിക്കുന്നുണ്ട്. AC - BC. അപ്പം ഞാനിവിടെ 6 × x പറഞ്ഞോ മോനെ. 6x. ഇങ്ങോട്ട് പോയിക്കേ. 6 × x 6x. 6 × 7/3 ഒന്ന് വർക്കിംഗ് കോളത്തിൽ ചെയ്തേ. ഈസ് ഇറ്റ് 14? ഈക്വൽ ടു 2x - 2. ഇനി ആരാ? 6x ആണോ 2x ആണോ വലുത്? യെസ്, 6x ആ വലുത്. 6x വലുതിൻ്റെ അടുത്തോട്ട് ചെറുതും പോകണം കേട്ടോ. 6x minus 2x is equal to -2 minus 14. When we convert in the other side, changes to plus 14. 6x minus 2x ആരാ പറയുന്നത്? 4x is equal to 14 minus 2 12. x is equal to 3 കിട്ടിയവരുണ്ടോ നോക്ക്. x is equal to 3. Let the number be x. അപ്പോൾ അവൾ ചിന്തിച്ച നമ്പർ ഏതായിരുന്നു? 3 ആയിരുന്നു അല്ലേ? The number she thought is 3. ഓക്കെ ആയോ? ഇത് കഴിഞ്ഞോ? മിസ് അത് കൺക്ലൂഡ് ചെയ്തെന്ന് തോന്നുന്നു. യെസ്. 8th പ്രോബ്ലം. സമയം ഓടിപ്പോവുക. The ages of Sona and Sonali are in the ratio 5:3. ആരാ ആദ്യം മിസ്സിനോട് പറയുന്നേ? Let their
ഏജസ് ബി റേഷ്യോ പറഞ്ഞാൽ ഏത് ചാപ്റ്ററിലും റേഷ്യോ പറഞ്ഞാൽ 5x ആൻഡ് 3x. ഇനി എന്നെ കേൾക്കണം കേട്ടോ. വേർഡ് പ്രോബ്ലംസ് ഇച്ചിരി ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് ചെയ്യാന്നേ. 5 years ഹെൻസ്. ഇപ്പം നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? 7th ആളാണെങ്കിൽ 7 + 5 12 ഇയേഴ്സാണ്. അപ്പോൾ 5 years ഹെൻസ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 5 years എന്ന് അല്ലേ? 5 years ബിഫോർ എന്നോ മനസ്സിലാവുന്നു? അങ്ങനെ പറഞ്ഞാൽ മൈനസ്. ഹെൻസ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ. അപ്പം 5 വർഷം കഴിയുമ്പം സോണയ്ക്ക് എത്ര വർഷം? സോണാസ് ഏജ് 5 years ഹെൻസ്. ഞാൻ ഈ സ്പീഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഈ സ്റ്റെപ്പ് 5 years എന്തോ സോണാസ് ഏജ് 5 years ഹെൻസ് ഈസ് 5x + 5 ആണോ നോക്കിക്കേ, പെട്ടെന്ന് പറഞ്ഞേ. ഇനി ആരായിരുന്നു? സൊനാലി. സൊനാലിക്ക് 5 years ഹെൻസ് എത്ര കിട്ടും? 3x + 5. ഏജ് എപ്പോഴും കൂട്ടുവാണെന്ന് ഓർത്തോണം കേട്ടല്ലോ. അയ്യോ സമയം അങ്ങ് പോകുന്നു. അപ്പോൾ പറഞ്ഞു 5 years ഹെൻസ് the ratio of their ages will be 10:7. അവരുടെ റേഷ്യോ എടുക്കുന്നത് എങ്ങനെയാ? A:B യുടെ മീനിങ് എന്താ? റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ഒക്കെ പഠിച്ചതാ. A:B മീൻസ് A/B. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ 5x + 5 / 3x + 5 = 10:7 മീൻസ് 10/7. ഇങ്ങനെ നന്നായി എങ്ങനെ പഠിക്കണ്ടേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. 7 × 5x + 5 = 10 × 3x + 5. ഓക്കെ. 7 5s are 35x + 35 = 30x + 50. ആരാ വലുത്? 35 ആണോ 30 ആണോ? 35x - 30 = 50 - 35. നിങ്ങൾക്ക് എഴുതി വരാൻ പറ്റാത്തവർ പോസ് ചെയ്തിട്ട് നോക്കിയിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കേട്ടേച്ച് തന്നെ ചെയ്യണം. അപ്പോൾ 35x - 30x എന്ന് പറയുന്നത് 5x = 15 കിട്ടി എനിക്ക്. x = 15/5. പറഞ്ഞ മോനെ 15/5 ഈസ് യെസ് x = 3. അപ്പം നിങ്ങൾ മറന്നു പോകരുത്. ലെറ്റ് ദെയർ പ്രസൻറ്റ് ഏജ് ആണ് 5x ആൻഡ് 3x. ഒന്ന് പറഞ്ഞേ. x ആണ് 3. അപ്പോൾ സോണയ്ക്ക് ഇപ്പം എത്ര വയസ്സുണ്ടായിരുന്നു? സോണ ഈസ് 5 × 3 15. ഓക്കെ. ആൻഡ് സൊനാലി എത്ര? 3 × 3 9. ഓക്കെ. റൈറ്റ്. 9th ക്വസ്റ്റ്യൻ. ഇത് വളരെ ശ്രദ്ധിക്കണം. 10th ഒക്കെ വരുമ്പോഴും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ വേർഡ് പ്രോബ്ലം എഴുതാൻ ഈ സെയിം സെൻറ്റൻസ് വരും. അപ്പം നമുക്ക് എങ്ങനെ അത് എഴുതി പഠിക്കുന്നതെന്ന് നോക്കാം. ദ സം ഓഫ് ദി ഡിജിറ്റ്സ് ഓഫ് എ 2-digit നമ്പർ ഈസ് 12. എഴുതിയോ? ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ 2-digit നമ്പർ ഈസ് 12. If 18 is added to it, the digits are reversed. Find the number. Find the number. ഇപ്പം എന്നെ ഇച്ചിരി നേരം ഒന്ന് കേൾക്കണം, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതിയോ? ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ 2-digit നമ്പർ. ഞാൻ പറയുന്ന മിസ്സ് പറയുന്ന ഇച്ചിരി നേരം ഈ സൈഡിലോട്ട് ശ്രദ്ധിച്ചേ. യു നോ ദാറ്റ് 65 ഒരു 2-digit നമ്പറാണ് അല്ലേ? 65 മീൻസ് 60 + 5 എന്ന് കൊച്ചു ക്ലാസ്സിൽ പഠിപ്പിക്കും. Again 60 + 5 means 6 × 10 + 5 × 1 എന്നാണ്. That means 6 is in the 10s place and 5 is in the 101s place. 6 is in the 10s place, 5 is in the 1s place എന്നുള്ളതിൻ്റെ മീനിങ് ആണ് 60 + 5 6 × 10 + 5 × 1. ഇപ്പോഴും നിങ്ങൾ ഓർത്തോണം, എപ്പോഴും ഒരു 2-digit നമ്പറിൻ്റെ ജനറൽ ഫോം 10x + y എന്ന. എന്താണ് 2-digit നമ്പറിൻ്റെ ജനറൽ ഫോം? 10x + y എന്ന.
പക്ഷേ ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ ഡിജിറ്റ്സ് ആരൊക്കെയാ? 6ഉം 5ഉം. അപ്പം മിസ് ആദ്യം എഴുതുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ ഈസ് 12 എന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ് നമ്പറിൻ്റെ സമ്മ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 12. ഇതിനകത്തുനിന്ന് വൈ ആരാ കുഞ്ഞുങ്ങളെ? 12 മൈനസ് എക്സ്. സമ്മതിച്ചോ? എക്സ് പ്ലസ് വൈ 12 ആണെങ്കിൽ എനിക്ക് വൈയെ എങ്ങനെ എഴുതാം? 12 മൈനസ് എക്സ്. അതവിടെ കിടക്കട്ടെ, അടുത്ത സ്റ്റെപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈഫ് 18 ഈസ് ആഡഡ് ടു എ 2 ഡിജിറ്റ് നമ്പർ, ഇറ്റെന്ന് പറഞ്ഞാൽ if 18 ഈസ് ആഡഡ് ടു എ 2 ഡിജിറ്റ് നമ്പർ ദ ഡിജിറ്റ്സ് ആർ റിവേഴ്സ്ഡ്. മനസ്സിലായോ? അപ്പം 18 ഈസ് ആഡഡ് ടു എ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 18 പ്ലസ് ഓൾവേസ് എ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 10x പ്ലസ് വൈ ആ. അതിൻ്റെ കൂടെ 18 ആഡ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? 65 റിവേഴ്സ് ചെയ്താൽ ആരാകുമെന്നാ? 56 ആകും അല്ലേ? 56ൻ്റെ മീനിങ് എന്താ? 5 × 10 + 6 എന്ന്. അപ്പോൾ നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി, 10y + x ആകും. ഇഫ് ദ ഡിജിറ്റ്സ് ആർ റിവേഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ 10x + y എങ്ങനെ എഴുതണം? 10y + x. ഇനി അതും പറ്റത്തില്ല. 18 + 10x + y ആരാന്നാ മിസ് ഇവിടെ എഴുതിയേക്കുന്നത്? 12 - x. ഇത് 8ാം ക്ലാസ്സുകാരുടെ പ്രോബ്ലമാണ്. 10 × y - yക്ക് പകരം 12 - x + x. നമുക്കെല്ലാം അങ്ങ് ഈസി പ്രോബ്ലം മാത്രം പറ്റില്ലല്ലോ, 100 മാർക്ക് മേടിക്കണ്ടേ? ഒന്നും പറഞ്ഞേ. 18 × 2 = 10, 30. 30 + 9x ഈ സൈഡിൽ കിട്ടിയോ? ഈക്വൽ ടു 120 - 10x + x. ഇവിടെ ഞാൻ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പം 120 - 9x ആരെ ഇപ്പുറത്ത് കൊണ്ടുവരണം? ഈ -9xനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പം 9x + 9x ഈക്വൽ ടു 120 - 30. 18x ഈക്വൽ ടു 120 30 പോയാൽ 90 കിട്ടും. Therefore x ഈസ് ഈക്വൽ ടു 90/18, 5 കിട്ടി. സമയം ഒരുപാട് ഓടിപ്പോയതുകൊണ്ട് മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് ഇച്ചിരി കുറവാണോ എന്ന് നോക്കിയോണം. അപ്പം നമുക്കറിയാം y എങ്ങനെ എഴുതിയേക്കുന്നത്? 12 - x. അപ്പം y ഈസ് ഈക്വൽ ടു 12 - x മീൻസ് 12 - 5. ആരാ? 7. നമുക്കറിയാം ദ നമ്പർ ദെയർഫോർ 2 ഡിജിറ്റ് നമ്പർ ആരായി? 2 ഡിജിറ്റ് നമ്പർ ഈസ് എക്സ് ആദ്യം y പിന്നെ 57. ഒന്ന് കൂട്ടി നോക്കിക്കേ. സം ഓഫ് ദ ഡിജിറ്റ്സ് ഈസ് 12. ശരിയായില്ലേ? 5 + 7. ഓക്കെ, ഒരു പ്രോബ്ലം കൂടെ പെട്ടെന്ന് എഴുതിക്കാം. 2 equal sides of an isosceles triangle are 3x - 1 and 2x + 2. The third side is 2x. Find x and the perimeter of the triangle. ഇവിടെ 2 sides of an isosceles triangle are equal എന്നാ. അപ്പോൾ ആരാ? 3x - 1ഉം 2x + 2ഉം ഈക്വൽ ആണെന്നൊരു സിമ്പിൾ പ്രോബ്ലമാണ്. 3xൻ്റെ അടുത്തോട്ട് 2x വരുമ്പോൾ 3x - 2x ഈസ് ഈക്വൽ ടു 2 + 1. x ഈസ് ഈക്വൽ ടു 3 കിട്ടിയോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു സൈഡ് എങ്ങനെ വരും? 1 സൈഡ് 3x - 1. അപ്പോൾ 3 × 3 - 1. 3 × 3 9 - 1 8 കിട്ടിയോ? അങ്ങനെയാണ് സെക്കൻഡ് സൈഡ് ചെയ്തേ നോക്കണ്ട. ഇത് 8 ആണെങ്കിൽ 2 × 3 6, 6 + 2 8 ഐസോസലസാ. അടുത്തോ പറയുന്നു ദ തേർഡ് സൈഡ് ഈസ് 2x. തേർഡ് സൈഡ് 2x എന്ന് പറഞ്ഞാൽ 2 × 3 6. ഓക്കെ ആയോ? ദെൻ വാട്ട്സ് ദ ഫോർമുല? പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ. പെരിമീറ്റർ മീൻസ് ലെങ്ത് ഓഫ് ദ ബൗണ്ടറി. 8 + 8 + 6 16 22. ഓക്കെ ആയോ? ഒറ്റ പ്രോബ്ലം കൂടെ ചെയ്ത് നമുക്ക് ക്ലാസ് നിർത്താം. എളുപ്പമായിട്ട്. A father is 7 times as old as his son. 2 years ago, the father was 13 times as old as his son. How old are they now? അപ്പം
let their present age അല്ലെങ്കിൽ പ്രസൻറ്റ് ഏജ് ഓഫ് സൺ നമുക്ക് എക്സ് എന്ന് എടുക്കാം. പ്രസൻറ്റ് ഏജ് ഓഫ് ദ സണ്ണ് എക്സ്. എ ഫാദർ ഈസ് 7 times ആസ് ഓൾഡ് ആസ് ഈ സണ്ണ്. 7 times എന്ന് പറഞ്ഞാൽ 7 ഇരട്ടി അല്ലേ? 7 times. അപ്പം ഫാദേഴ്സ് ഏജ് ഇപ്പം എത്ര ഉണ്ട് കുഞ്ഞുങ്ങളെ? 7x അല്ലേ? ഇനി അടുത്ത ശ്രദ്ധിച്ചോണേ, ഞാനൊരു ഹെൻസ് പഠിപ്പിച്ചു, ഇതുകൂടെ അത് പഠിപ്പിക്കാനാണ്. 2 years ago. അപ്പം ഇപ്പോൾ എക്സ് ഉണ്ട്. 2 വർഷം മുമ്പ് മോൻ എത്ര വയസ്സുണ്ട്? സണ്ണിന് x-2. പപ്പായ്ക്കും 2 വയസ്സ് കുറയത്തില്ലേ? ഫാദേഴ്സ് ഏജിന് 2 years ago എത്ര ആകും? ഇപ്പോൾ 7x ഉണ്ട്, 2 years ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, നല്ല ഇൻട്രസ്റ്റിംഗാണ്. 2 years ago എന്താ സംഭവിച്ചത്? ദ ഫാദർ ആരാ ഇപ്പം? 7x-2 വാസ് ഈക്വൽ ടു 13 times ആസ് ഓൾഡ് ആസ് ഈ സൺ. 13 times ആസ് ഓൾഡ് ആസ് ഈ സൺ എന്ന് പറഞ്ഞാൽ 13 times സണ്ണിൻ്റെ ഏജ്. 13 into x-2. 7x-2 ഈക്വൽ ടു, എപ്പോഴും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, 13x - 26 അല്ലേ? 13 into 2. 7xഉം 13xൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ 13x - 7x അപ്പുറത്ത് പോകുമ്പം -2 + 26. 24 ഈക്വൽ ടു 6x. x ഈസ് ഈക്വൽ ടു 24/6. ആരാ കുറച്ച് പറയുന്നേ? 4. 6 4s are 20. അപ്പോൾ ആർക്കാണ് നമ്മൾ എക്സ് എടുത്തത്? മോനിപ്പം സൺസ് ഏജ് അല്ലേ? പ്രസൻറ്റ് ഏജ് തന്നെ കിട്ടി 4. പപ്പായ്ക്ക് എത്ര ആയിരുന്നു അപ്പോൾ? 7 times സൺസ് ഏജാ. 7x എന്ന് പറയുമ്പോൾ 7 into 4 28. മോനും 4 years ഉള്ളപ്പം പപ്പായ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 20 years. ഓക്കെ, സ്റ്റഡി വെൽ. ഗോഡ് ബ്ലെസ് യു.